ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെന്ന് പറഞ്ഞാൽ രേണു സുധിയും അതുപോലെ തന്നെ ഷഫീനയും കഴിഞ്ഞ ദിവസം തമ്മിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെന്താണ് എന്നുള്ളൊരു കാര്യം, ആരാണ് ഫസ്റ്റ് തുടങ്ങിയത്, പിന്നെ അതിപ്പോൾ എന്തൊക്കെ പ്രശ്നത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. രേണു സുധിയും ഷഫീനയും തമ്മിലുള്ള ഫൈറ്റ് ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട്. ഇന്നത് കുറച്ചും കൂടി ഡയറക്റ്റായിട്ട് നേർക്ക് വീഡിയോസ് ഇടുന്ന വരെ രീതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യം എന്താണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഹൈപ്പ് ചെയ്യുക, എന്നാൽ മാത്രമേ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്താണ് രേണു സുധിയും അതുപോലെ തന്നെ ഷഫീന ബീവിയും തമ്മിലുള്ള ഇഷ്യൂ എന്നുള്ളത് നമുക്ക് സംസാരിക്കാം. കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ ഷഫീന ഒരു ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ലൈവിൽ കുറേയധികം കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ബിഷപ്പ്, അതായത് രേണു സുധിക്ക് ഒരു സ്ഥലം കൊടുത്ത വ്യക്തി വന്നിട്ടത് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ഈ ഒരു ഷഫീനയ്ക്ക് സപ്പോർട്ടൊക്കെ ആയിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഷഫീന ഈ ഒരു വീഡിയോ, അതായത് ഈ വീടിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് കാണിക്കുന്നതൊന്നും ശരിയല്ല, ഈ ഒരു ബിഷപ്പിനെയൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ വലിച്ചിടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫിറോസ് ആ ഒരു വീട് വെച്ച് കൊടുത്തവരെയൊക്കെ ആവശ്യമില്ലാത്ത രീതിയിൽ ചുമ്മാ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതൊന്നും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ള രീതിയിൽ ഷഫീന ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം രേണു സുധി ഇത് ഭയങ്കരമായിട്ട് കണ്ടിട്ട് ട്രിഗറായിട്ട് ഷഫീനയ്ക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ മോശമായിട്ടുള്ള രീതിയിലായിരുന്നു ഒരു വീഡിയോ. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. എടി മറ്റവളെ, ഷെഫീന ബീവി, എടി മറ്റവളെ, നിനക്ക് എന്നെ മറ്റവളെ എന്ന് വിളിക്കാമെങ്കിൽ എനിക്ക് നിന്നെ മറ്റവളെ എന്ന് വിളിക്കാം. പിന്നെ സൗകര്യമില്ലടി KHDC ഫിറോസ് തന്ന വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. നീ ഒന്ന് ഇറക്കി കാണിക്കടി. നീ പെണ്ണാണെങ്കിൽ എന്നെ ഇറക്കി കാണിക്കടി. നീ കുറെ നേരമായല്ലോ നീ എനിക്കിട്ടോ ഉണ്ടാക്കാൻ തുടങ്ങിട്ട്. നീ ആരാന്നടി നിന്റെ വിചാരം? എടി സൗകര്യമില്ലടി അവിടുന്ന് ഇറങ്ങിത്തരാൻ. നീ കൊണ്ട് കേസ് കൊടുത്തന്നെ ഇറക്കടി. ഇതായിരുന്നു രേണു സുധി പ്രതികരിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു വീഡിയോയിൽ തന്നെ വളരെ ചീത്ത വിളിക്കുന്നൊക്കെ രീതിയിൽ തന്നെയാണ് ഷഫീനയ്ക്കെതിരെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആ ഒരു ഫിറോസൊക്കെ വെച്ച് തന്ന വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഇപ്പോൾ താല്പര്യമില്ല, നിനക്ക് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് ഇറക്കടി എന്നുള്ള രീതിയിലും, അതേ കണക്ക് നിനക്ക് എന്തിൻ്റെ കേടാണ് എന്നെ ആവശ്യമില്ലാത്ത ഇതിലേക്കൊക്കെ വലിച്ചഴയ്ക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് രേണു ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതിനു മുമ്പ് ഇവർ തമ്മിൽ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രേണു ഉണ്ടെങ്കിൽ ആ സമയത്ത് ഷഫീനയ്ക്ക് എതിരെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ മോശമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് ആ സമയത്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ രേണു തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇത് ഷഫീന ബീവി കണ്ടിട്ടുണ്ടായിരുന്നു. ഷഫീന ഈ ഒരു വീഡിയോ കണ്ടതും ഉടനെ തന്നെ ഇതിന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഓൾറെഡി ഷഫീന തനിക്കെതിരെ എന്ത് വന്നാലും അങ്ങനെ ഒളിച്ചോടി പോകുന്ന വ്യക്തിയൊന്നുമല്ല. എന്തുണ്ടെങ്കിലും നേരായിട്ട് വീഡിയോ ഇട്ട് കാര്യം പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഷഫീന ഇതേ കണക്ക് തനിക്കെതിരെ രേണു സുധി ഒരു വീഡിയോ ഇട്ട്, അതും ആ ഒരു സംസാരിച്ച രീതി അത്ര ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടെ കണ്ടതും ഷഫീനയ്ക്ക് ദേഷ്യം വന്നിട്ട് ഷഫീന ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് രേണുവിനെതിരെ വളരെ കറക്റ്റായിട്ടുള്ള രീതിയിലാണ് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഷഫീന എന്താണ് രേണു സുധിക്കെതിരെ സംസാരിച്ചതെന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വെക്കുന്നുണ്ട്. അതെന്താണ് ഷഫീന പറഞ്ഞതെന്ന് കേട്ട് നോക്കിക്കോളൂ. നീ നാക്കെടുത്ത് സംസാരിച്ചാൽ തിരിച്ച് അതേ നാണയത്തിൽ അതിനേക്കാൾ ശക്തമായ ഭാഷ സംസാരിക്കാൻ ഷഫീനയ്ക്ക് അറിയാം. വെറുതെ ആ ഒരു എക്സ്ട്രീമിലേക്ക് ഞാൻ പോകാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ഞാൻ മൗനമായിട്ട് ഇരിക്കുന്നു എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം നീ എന്ത് കൊണ പറഞ്ഞാലും ആ കൊണ കേട്ട് ആട്ടൂന്ന് വിചാരിക്കണ്ട. ഇതായിരുന്നു ഷഫീന ബീവി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് ഷഫീന പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? എനിക്ക് നീ പറഞ്ഞ അതേ ഭാഷയിൽ തന്നെ തിരിച്ച് മറുപടി പറയാൻ എനിക്കറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഞാനത് വേണ്ട എന്ന് വെക്കുവാണ്. ഞാൻ നിൻ്റെ പിറവെ ഒന്നും വന്നിട്ടില്ല. ആകെ ആ ഒരു ലൈവിൽ വന്ന സമയത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളത്. ആ ഒരു ബിഷപ്പൊക്കെ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനെപ്പറ്റി സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് നീ ഇതേ കണക്ക് എന്തിന്
സംസാരിക്കുന്നുണ്ട്. പിന്നെ നിനക്കെതിരെ ആൾക്കാർ ഫുൾ, അതായത് ബിഷപ്പ്, അതുപോലെ തന്നെ വീട് വെച്ച് വന്ന ഫിറോസ്, പിന്നെ കുറേയധികം യൂട്യൂബേഴ്സൊക്കെ നിനക്കെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിനക്ക് കുറ്റമുള്ളത് കൊണ്ടാണ്, അല്ല ചുമ്മാ അതൊന്നും ആരും നിനക്കെതിരെ സംസാരിക്കത്തില്ല. ഇനിയും വേണ്ടി വന്ന എല്ലാവരും സംസാരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ബിഷപ്പിനും അതുപോലെ തന്നെ ഈ ഒരു ഫിറോസിനും അവർക്കൊക്കെ സപ്പോർട്ടായിട്ട് ഞങ്ങളെല്ലാവരും ഉണ്ട്. കാരണം ഞങ്ങളുടെ ഭാഗത്താണ് സത്യം. അല്ലാതെ ഈ ഒരു വ്യൂസ് കൂട്ടുന്നതിനോ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുന്നതിനോ വേണ്ടി മാത്രമല്ല, നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തെറ്റാണ് എന്നുള്ളത് മനസ്സിലായത് കൊണ്ടാണ് ഞങ്ങൾ ഇതുപോലത്തുള്ള നിനക്കെതിരെ വീഡിയോ ചെയ്യുന്നതും. നീ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾക്ക് തെറ്റ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയുകയും ചെയ്യും എന്നുള്ളത് ഷഫീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഈ ഒരു രേണുസുധിയുടെ ആ ഒരു വീട് സ്ഥലം കൊടുത്തതെന്ന് പറഞ്ഞാൽ ആ ഒരു ബിഷപ്പാണ്. അതുപോലെ തന്നെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന ഫിറോസാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതിനിടയിൽ ബിഷപ്പുമായിട്ട് രേണുസുധിക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണക്ക് ബിഷപ്പിനെ പറ്റി മോശമായിട്ട് പറഞ്ഞു. ബിഷപ്പ് അതിനെതിരെ ഒരു ഓൺലൈൻ മീഡിയാസിനൊക്കെ വീഡിയോ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ പറയുന്നുണ്ട് തന്നെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളിലേക്ക് വലിച്ചഴയ്ക്കുവാണ്, തന്നെപ്പറ്റി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്, അത് തനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റെന്ന് പറയുന്നത് ആ ഒരു വീട് വെക്കാൻ ഒരു സ്ഥലം കൊടുത്തു എന്നുള്ളൊരു കാര്യമാണ്. അവർക്ക് ഒട്ടും വയ്യ, തീരെ ഒരു സ്ഥലം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആണ് ഞാൻ വാങ്ങിച്ച എനിക്ക് കിട്ടിയ ഒരു സ്വത്താണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇങ്ങനെയുള്ള രീതിയിലേക്ക് എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് കാരണം ഇപ്പം ഞാൻ ഇനി ആരെയും സഹായിക്കാൻ പറ്റാത്ത ആ ഒരു മനസ്സിലേക്ക് എത്തിയേക്കുവാണ്. എനിക്കിനി ആരെയും സഹായിക്കാൻ പോലും തോന്നുന്നില്ല. കാരണം ആ ഒരു വീടൊക്കെ സ്ഥലം കൊടുത്തത് കാരണം ഞാൻ അനുഭവിക്കുന്നത് വളരെ വലുതാണ് എന്നുള്ള രീതിയിൽ ആ ഒരു ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫിറോസ് ആ ഒരു വീട് വെച്ച് കൊടുത്ത ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേയധികം ഞങ്ങളെക്കൊണ്ട് കിട്ടുന്ന ആ ഒരു പൈസയ്ക്കാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം ആ ഒരു വീടിന് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും രേണു ആ ഒരു വീടിനെ പറ്റിയുണ്ടെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നത്. അത് ഞങ്ങളുടെ സ്ഥാപനത്തിന് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു മാനക്കേടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തുമാത്രം ലോസൊക്കെ വരുമെന്ന് ഈ രേണു വിചാരിക്കുന്നില്ല. രേണുവിന് കിട്ടിയത്, അല്ലെങ്കിൽ ആൾക്കാരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അവർ പൈസ ഇട്ടതും അത് വെച്ച് കൊടുത്തതൊക്കെ. അപ്പം അതിനുള്ളൊരു നന്ദി പോലും എന്തുകൊണ്ട് രേണു കാണിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഫിറോസ് ഉൾപ്പെടെ ഉള്ള ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമേയൊക്കെ എല്ലാവർക്കും രേണുസുധി ഇഷ്ടമായിരുന്നു. കാരണം സുധി മരിച്ചിട്ട് ആ ഒരു തൻ്റെ ഇഷ്ടമുള്ള ഒരു പാഷൻ ഫോളോ ചെയ്യുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയതായിരുന്നു. പക്ഷെ അതിനുശേഷം രേണു ഓരോ ഇൻ്റർവ്യൂവിലും ഓരോയിടത്തും വന്ന് സംസാരിക്കുന്നതും സപ്പോർട്ട് ചെയ്തവരെ തന്നെ എതിർത്ത് പറയുക, അതുപോലെ തന്നെ എന്തോ വലിയ ആളായി എന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെ കുറേയധികം സംസാരങ്ങൾ വന്നപ്പോഴാണ് സപ്പോർട്ട് ചെയ്തവർ തന്നെ ഉണ്ടെങ്കിൽ രേണുസുധിക്കെതിരെ സംസാരിച്ച് തുടങ്ങിയത്. പക്ഷെ അങ്ങനെ സപ്പോർട്ട് ചെയ്തവർ തന്നെ സംസാരിച്ചപ്പോഴത്തേക്കും രേണുസുധി വിചാരിച്ച് ഞാൻ വളരുന്നതൊന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണ് തനിക്കെതിരെ ഇതുപോലത്തുള്ള ഓരോ ആരോപണങ്ങളൊക്കെ ആയിട്ട് വരുന്നത് എന്നുള്ള രീതിയിൽ രേണു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല സമയത്ത് ലൈവിൽ വന്നിട്ട് എന്തും പറയാമെന്നുള്ള രീതിയിലാണ് എല്ലാ മാസത്തിലും എല്ലാ ആഴ്ചകളിലും രേണുവിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയും രേണു ഉണ്ടെങ്കിൽ ഒരു ഇഷ്യൂവിലൊക്കെ വന്ന് പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഷഫീന ഈ മറുപടി കൊടുത്തതിന് രേണു ഇനി തിരിച്ചെന്തെങ്കിലും വീഡിയോ ആയിട്ട് വരുമോയെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇതുവരെ ഇതാണ് സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയാം. നിങ്ങളുടെ അഭിപ്രായം അറിയാനുള്ള ആഗ്രഹമുണ്ട്.